രമേശ് പിഷാരടി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു വലിയ ഒരു കമന്റ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ദുർബലനാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. NMR അവിടെ പറയുന്നത് രാഷ്ട്രീയമാണ്. പക്ഷേ രമേശ് പിഷാരടിക്ക് അത്രമേൽ രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ടോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താ പ്രശ്നം? സോണിയാഗാന്ധി പോലും പശ്ചിമേഷ്യയിൽ നടക്കുന്ന വിഷയത്തിൽ അയത്തുള്ള അലി ഖമൈനിയുടെ മരണത്തിൽ ഈ സർക്കാർ ഒരു തരത്തിലും ഇടപെടാതിരുന്നപ്പോൾ അതിനെതിരെ ലേഖനം എഴുതുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ ആ പ്രതികരണം പോലും എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയുടെ ഭാഗത്തുനിന്നുണ്ടാവാത്തത്? നോക്കൂ, അവിടെ എങ്ങനെ രമേശ് പിഷാരടി പണ്ട് പ്രതികരിച്ചത്? പലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയവാദമല്ലേ? അങ്ങനെ രാഷ്ട്രീയത പറയുന്ന ഒരാളെയാണോ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടത്? അതാണ് ആ പ്രതികരണം അത്ര ശരിയാണ് എന്ന് കരുതാൻ കഴിയില്ല. ശരിയാണ് ഡോക്ടർ അരുൺ. പക്ഷേ പലസ്തീൻ വിഷയമാണോ അവിടെ പ്രതിഫലിക്കുക എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, പലസ്തീൻ വിഷയമാണെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ട് ഹമാസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ KK ശൈലജ നടത്തിയ പ്രതികരണം ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശശി തരൂർ എന്താ പറഞ്ഞത്? അതാ പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ച് അവിടെ കിടക്കുന്നുണ്ട്. പ്രതികരണം എന്താ? KK ശൈലജയുടെ പ്രതികരണം എന്താ? അതാണ് പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയം പറയണം. അല്ലല്ല, കേൾക്കൂ, ആ രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം പറയാൻ നിലവിൽ രമേശ് പിഷാരടിക്ക് കഴിയുന്നുണ്ടോ? പലസ്തീനിൽ അഗാധമായ പാണ്ഡിത്യമില്ല എന്നതാണ് അദ്ദേഹത്തിന്. കേൾക്കൂ സ്മൃതി, അല്ല സ്മൃതി, എന്റെ സമയം കഴിഞ്ഞിട്ട് ഞാൻ സ്മൃതിക്ക് അവസരം തരാം, അതിലിടപെടാൻ അവസരം തരാം. ഞാൻ പറഞ്ഞു തീരട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഉണ്ണി മുകുന്ദനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അന്നിട്ട കമന്റ് ഇപ്പോഴും മോഡിഫൈഡ് ആയിരിക്കുന്നു താങ്കൾ എന്നിട്ടിരിക്കുന്നത് മോദിയെ കാണാൻ പോകുമ്പോഴാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണോ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിപ്പിക്കേണ്ടതെന്നാണ് എന്റെ ചോദ്യം. അതാണ് രാഷ്ട്രീയമായിട്ട് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതൊന്ന്.